അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ അരുൺകുമാർ, SFIയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. KMR അവരുടെ വാദം ഉയർത്തിയിരുന്നത് തങ്ങളുടെ ഭാഗം കേൾക്കാതെയുള്ള വിധി ഉണ്ടാകുന്നു, അതിൽ ഇടപെടൽ ഉണ്ടാകുന്നു എന്നതാണ്. അപ്പോൾ തീർച്ചയായും 2 മാസത്തേക്ക് തുടർ നടപടിക്ക് യാതൊരു വിധത്തിലുള്ള അനുമതി ഇല്ല എന്നത് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നല്ലോ SFIO. 3 ദിവസം വിശദമായി ഈ കേസ് വാദം കേട്ടു. അതിനുശേഷം 2024 സെപ്റ്റംബർ മാസം 2-ാം തീയതി ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പാടില്ല, അന്വേഷണം തുടരാം എന്നുള്ള വാക്കാൽ ഓർഡർ കൊടുത്തു. സാധാരണ ഒരു കോടതിയിൽ വാദം നടക്കുമ്പോൾ ഒരു ഓറൽ ഓർഡർ കോടതി കൊടുത്താൽ അത് പാലിക്കുക എന്നുള്ളത് ആ കേസിലെ കക്ഷികളുടെ എല്ലാം കടമയാണ്. അതിനുശേഷം ഡിസംബർ മാസത്തിൽ വിശദമായിട്ടുള്ള വാദം കേട്ട് ഡിസംബർ 23-നാണ് ഈ കേസ് വിധി പറയാൻ മാറ്റിയത്. വിധി പറയാൻ മാറ്റിയതിനു ശേഷം 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് ആ ജഡ്ജിക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നു. ആ ട്രാൻസ്ഫർ ഓർഡർ വന്നതിനെ തുടർന്ന് ആ വിധി പറയാൻ അദ്ദേഹത്തിന് കഴിയാതെ വരികയും മറ്റൊരു ബെഞ്ചിലേക്ക് ഈ കേസ് പോസ്റ്റ് ചെയ്തു. അപ്പോൾ വിശദമായി ആദ്യം മുതൽ പുതിയ ജഡ്ജിക്ക് വാദം കേൾക്കേണ്ടി വന്നു. ആ കേൾക്കാൻ വേണ്ടി ജൂലൈ മാസത്തേക്ക് ഒരു ഹിയറിംഗ് ഡേറ്റും പോസ്റ്റ് ചെയ്തു. ആ ഒരു സാഹചര്യത്തിലാണ് ധൃതി പിടിച്ച് ഇവിടെ മാർച്ച് മാസം 28-ാം തീയതി കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് കോടതിയുടെ വിധിക്ക് കണ്ടംപ്റ്റ് തന്നെയാണ്, ഒരു കോടതി അലക്ഷ്യ നടപടി എന്ന രൂപത്തിലാണ് ധൃതി പിടിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ CMRL ഒരു പ്രത്യേക ഹർജി, നിലവിലുള്ള റിട്ട് പെറ്റീഷനിൽ തന്നെ ഒരു പ്രത്യേക ഹർജി കൊടുക്കുകയും ഇത് കോടതി അലക്ഷ്യമാണ് എന്നും ഇവിടെ കോടതിയുടെ മുന്നിൽ പരിഗണനാ വിഷയം പ്രധാനമായും 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്ന്, ഇവിടെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിന്യായം അല്ലെങ്കിൽ ഒരു സെറ്റിൽമെന്റ് ഉത്തരവിന്റെ ഉള്ളടക്കം മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് ഉപയോഗിക്കാൻ പാടില്ല. 2, ആ വിധിന്യായത്തിന്റെ അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ഉത്തരവിന്റെ ഉള്ളടക്കം മറ്റേതെങ്കിലും ഒരു കേസിന്റെ ഭാഗമാക്കി മാറ്റാൻ പാടില്ല. അതുപോലെ തന്നെ 2024 ജനുവരി മാസം 12-ാം തീയതി കമ്പനി കാര്യ വകുപ്പ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ വെച്ചിട്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. അത് ഈ ആദ്യം പറഞ്ഞതുപോലെ ഈ ഉള്ളടക്കം മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന കമ്പനി കാര്യ നിയമത്തിന് വിരുദ്ധമാണ്. അതിനുശേഷം 18 ദിവസങ്ങൾക്ക് ശേഷം 30/1/2024 SFIO അന്വേഷണം പ്രഖ്യാപിച്ചത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ, ഒന്ന്, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു സെറ്റിൽമെന്റിന്റെ ഉള്ളടക്കം മറ്റാരും ഉപയോഗിക്കാൻ പാടില്ലെന്നിരിക്കെ ഒരേ വിഷയത്തിന് 2 ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ അന്വേഷണം നടത്തുന്ന സാഹചര്യം വന്നപ്പോഴാണ് CMRL കൃത്യമായിട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പൊ ഇതെല്ലാം വാദത്തിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കുകയും അതിലെല്ലാം മെറിറ്റ് കാണുകയും വിധി പറയാൻ മാറ്റിവെച്ച കേസിലാണ് ധൃതി പിടിച്ച് SFIO എറണാകുളത്തെ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതും അതിന്റെ ഭാഗമായിട്ട് സമൻസ് അയക്കാൻ തീരുമാനിക്കുകയെല്ലാം ചെയ്തത്. ഇത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. കാരണം ഒരു നിയമം പറയുന്നു ഇതിന്റെ ഉള്ളടക്കം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ 2 അന്വേഷണ ഏജൻസികളെ വെച്ച് ഇപ്പോൾ ED അതിന്റെ കുറ്റപത്രത്തിന്റെ കോപ്പി എടുത്ത് തുടർ നടപടി എന്നെല്ലാം പറയുന്നു. ഇതെല്ലാം ഭരണഘടനാ വിരുദ്ധമായ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കെതിരെ രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമായി നടത്തുന്ന നടപടിക്രമങ്ങൾക്ക് ഒരു ചുട്ട മറുപടിയാണെന്ന് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയത്. 2 മാസത്തേക്കുള്ള സ്റ്റേ എന്ന് പറയുമ്പോൾ ഇനി അതിന്റെ ഭാഗമായി ഒരു പ്രൊസീഡിങ്സും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അധികാരം ഇവർക്കുണ്ടാകില്ല. അതെ, ശ്രീ അരുൺകുമാർ, കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നത് ഇങ്ങനെയായിരുന്നു: തന്റെ രക്തം ലക്ഷ്യമിട്ടാണ് ഈ പ്രതിപക്ഷ ബഹളം മുഴുവൻ. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയിലേക്ക് ചോദ്യം ഉയർത്തുന്നതിന്റെ ലക്ഷ്യം അതാണ്, അതിനു വേണ്ടിയിട്ടാണ് ഈ കേസ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് എന്നതാണ്. ഇപ്പോൾ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ എല്ലാ ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ടുള്ള ഇടപെടൽ, ഇന്ററിം സെറ്റിൽമെന്റ് ഓർഡർ മറ്റു തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമവ്യവസ്ഥ നിലനിൽക്കെ അതിനെ കൂടി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എങ്കിൽ പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഈ വിഷയത്തിൽ അവർക്കുകൂടി തിരിച്ചടി നേരിടുന്നുണ്ട്. അവരുടെ ചോദ്യത്തിന്റെ കൂടി മുനയൊടിക്കുന്നതാണല്ലോ ഇത്. കനത്ത തിരിച്ചടിയാണ്. കാരണം BJP രാഷ്ട്രീയപരമായിട്ട് ഇത്തരം വിഷയങ്ങളെ ഉപയോഗിക്കും നമുക്ക് മനസ്സിലാക്കാം. കാരണം അവരുടെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ കൊണ്ട് അവർ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി ഈ വിഷയത്തിൽ ഒരു തരത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ സർക്കാർ സംവിധാനത്തെയോ ദുരുപയോഗം ചെയ്തിട്ടില്ലെന്നും ഒരു ഇല്ലീഗൽ ഗെയിൻ ഉണ്ടാക്കിയിട്ടില്ല, ഒരു ഇല്ലീഗൽ ലോസും ഉണ്ടാക്കിയിട്ടില്ല, ഗവൺമെന്റിൽ നിന്ന് ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസോ അൺഡ്യൂ അഡ്വാൻറ്റേജോ ഉണ്ടാക്കിയിട്ടില്ല എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി വിധി പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ പ്രഹസന റിപ്പോർട്ട് കൊണ്ടുവന്ന് ഹാജരാക്കിയത്. അതിനെ BJP ഏതെങ്കിലും തരത്തിൽ ന്യായീകരിച്ചാൽ അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ്. അതായത് കോൺഗ്രസ് 2 കൈയും നീട്ടി അതിനെ സ്വീകരിക്കുന്നതും വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ മറ്റൊരു നിലപാടും ഈ കേരളത്തിൽ മാത്രം വരുമ്പോൾ പ്രത്യേക നിലപാടും സ്വീകരിക്കുന്ന ഒരു സാഹചര്യം നാം കണ്ടു. ഇപ്പൊ ഇന്നലെ ED അവരുടെ പ്രതിപക്ഷ നേതാവിനെതിരെ അടക്കം കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം. അപ്പൊ അവിടെ EDക്കെതിരെ അവർ പ്രതിഷേധം എടുക്കുമ്പോഴും രാജ്യവ്യാപകമായി ദേശീയ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഒരു
ചട്ടുകമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ ശബ്ദത്തെയും ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമം, ആ ശ്രമത്തെ ശരിക്കും മെറിറ്റോടുകൂടി കാണാൻ കഴിയാതെ രാഷ്ട്രീയ വിരോധത്തോടെ CPM-നെ ഒറ്റപ്പെടുത്താനും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താനും നടത്തുന്ന ശ്രമത്തിന് BJP-യും കോൺഗ്രസും മറ്റു വലതുപക്ഷ പാർട്ടികളും പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഒരു ചെറിയ ഒരു നിക്നെയിം എല്ലാം ഇട്ട് മാസപ്പടി എന്നുള്ള ഒരു പ്രയോഗവും ബാങ്ക് വഴി ടാക്സ് അടച്ച് അതുപോലെ തന്നെ ഇൻകം ടാക്സും GST-യും അടച്ച് ഓഡിറ്റ് കൃത്യമായി നടത്തി ബാലൻസ് ഷീറ്റ് കീപ്പ് ചെയ്ത് ഉള്ള ട്രാൻസാക്ഷനെയാണ് ഈ മാസപ്പടി എന്നൊക്കെ വിശേഷിപ്പിച്ചത്. അത്തരത്തിൽ വലതുപക്ഷവും മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കള്ള വ്യാജ പ്രചരണത്തിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിധിയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ അടുത്ത കാലത്ത് ED-യുടെ എല്ലാ വിശ്വാസ്യതയും നഷ്ടപ്പെട്ടിരിക്കുന്നു സാധാരണക്കാർക്ക് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണ പ്രഹസനത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടി സുപ്രീം കോടതിയിൽ നിന്നും മറ്റു പല ഹൈക്കോടതിയിൽ നിന്നും രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ബുൾഡോസർ രാജിനെതിരെ കൃത്യമായിട്ട് 10 ലക്ഷം രൂപ വീതം ഓരോ കുടുംബാംഗങ്ങൾക്കും കൊടുക്കാനൊക്കെ സുപ്രീം കോടതി വിധിച്ച് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ ഏതെങ്കിലും തരത്തിൽ ജനാധിപത്യത്തെയും അന്വേഷണ സംവിധാനത്തെയും എല്ലാം അട്ടിമറിക്കാൻ ഇവിടുത്തെ ഭരണ നേതൃത്വം നടത്തുമ്പോൾ ഇവിടെ ഒരു ജുഡീഷ്യറി ഉണ്ട്, ശക്തമായിട്ടുള്ള ജുഡീഷ്യൽ സംവിധാനമുണ്ട്. ഇപ്പൊ ഗവർണറുടെ വിധിന്യായം എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ജുഡീഷ്യറി അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും നീതി പുലരും എന്ന് തന്നെ ഉറപ്പു നൽകുന്ന തരത്തിലുള്ള ഇടപെടലാണ് വന്നിരിക്കുന്നത്. ഏതായാലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നുണപ്രചരണങ്ങൾക്കുമുള്ള ഒരു കനത്ത തിരിച്ചടിയാണ് ഇന്നത്തെ ഈ ഇടക്കാല ഉത്തരവ്. അതെ, ശ്രീ അരുൺകുമാർ, സേവനം കിട്ടിയെന്ന് ശശിധരൻ കർത്തിയും സേവനം നൽകിയെന്ന് എക്സാലോജിക്കും സാക്ഷ്യപ്പെടുത്തുന്നു. സേവന പ്രതിഫലം കൊടുത്തത് ബാങ്ക് വഴി എന്നതിന് വ്യക്തതയുണ്ട് എന്ന് മാത്രമല്ല, ഇതിന്റെയൊക്കെ ടാക്സ് അടച്ചതാണ്, നികുതി അടച്ചതാണ്, ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ തെളിവുകളൊക്കെ ഹാജരാക്കുകയും ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷേ അപ്പോഴും രാഷ്ട്രീയമായി ഈ വിഷയത്തെ ആയുധമാക്കുക, ഈ വിഷയത്തിൽ പ്രതിയാക്കപ്പെടാത്തവരെ കൂടെ പ്രതിയാണ് എന്ന മട്ടിൽ വാർത്തകൾ അവതരിപ്പിക്കുക എന്നതൊക്കെയാണ് പ്രതിപക്ഷം, വലതുപക്ഷ മാധ്യമങ്ങളടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ടല്ലോ. തീർച്ചയായും ഇവിടെ എന്ത് സേവനം കൊടുത്തു എന്ന രൂപത്തിലാണ് ഇപ്പോഴും ചോദ്യം ചോദിക്കുന്നത്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണ്. ആ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് നോൺ ഡിസ്ക്ലോഷർ ക്ലോസ് ആണ്. ആ കരാറിൽ എന്ത് സേവനമാണ് ആവശ്യപ്പെട്ടത്, എന്ത് സേവനമാണ് കൊടുത്തത്, അതിന്റെ മോണിറ്ററി കൺസിഡറേഷൻ, അതെല്ലാം ആ ഇരു കമ്പനികൾ തമ്മിൽ അറിയേണ്ട കാര്യമാണ്. ഇവിടെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ മൊഴി കൊടുത്തപ്പോൾ ഈ CMRL കമ്പനിയുടെ 1-2 ഉദ്യോഗസ്ഥന്മാർ തങ്ങൾക്ക് പ്രതീക്ഷിച്ചത്ര സേവനം കിട്ടിയില്ല എന്നതാണ് ഉപയോഗിച്ച വാക്ക്. ആ പ്രതീക്ഷിച്ചത്ര സേവനം കിട്ടിയില്ല എന്ന് ജീവനക്കാർ പറയുമ്പോൾ കമ്പനി കൃത്യമായിട്ട് അഫിഡവിറ്റ് കൊടുത്തു, ഞങ്ങൾ ആവശ്യപ്പെട്ട സേവനം കിട്ടിയിട്ടുണ്ട് എന്ന്. എന്നാൽ കമ്പനി കൊടുത്ത അഫിഡവിറ്റ് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് 2 ജീവനക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയായി ആ സെറ്റിൽമെന്റ് ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഏത് സേവനം കൊടുത്തു, എന്താണ് അതിനുള്ള പ്രതിഫലം, മറ്റ് കാര്യങ്ങളെല്ലാം ഇരു കമ്പനികൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടിന്റെ ഭാഗമായിട്ടുണ്ട്. അതിപ്പോ ഏത് അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടാലും ഇരു കമ്പനികളും കൊടുത്തിരിക്കുന്നു, മൊഴി കൊടുത്തിരിക്കുന്നു എന്നെല്ലാം നമ്മുടെ മുന്നിൽ വ്യക്തമുണ്ട്. പക്ഷേ ഇവിടെ ഏതെങ്കിലും ഭാഗം മാത്രം അടർത്തിയെടുത്ത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ അപമാനിക്കാനും ഗവൺമെന്റിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഈ CMRL നേടിയിട്ടുണ്ട് എന്ന് വരുത്താനും നിരന്തരമായിട്ടുള്ള ശ്രമമാണ് നടന്നത്. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം ഇഴമോറി കൃത്യമായി പരിശോധിച്ച് A-to-Z പരിശോധിച്ചിട്ടാണ് കേരളത്തിന്റെ ഹൈക്കോടതി വിധി പറഞ്ഞത്. ഒരു തെളിവുമില്ല, ആരോപണം ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം, ആരോപണങ്ങൾക്ക് പിന്നിൽ ഫാക്ട്സ് ആണ് വേണ്ടത്, ഡേറ്റയാണ് വേണ്ടത്, തെളിവിന്റെ ഒരു കണികയെങ്കിലും വേണം. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ നമുക്കറിയാം പൊതുവെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയിട്ടാണ് ഹൈക്കോടതി വിധി പറഞ്ഞത്. അപ്പോൾ ആ ഹൈക്കോടതി വിധി അവിടെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ധൃതി പിടിച്ച് ഇത്തരത്തിലൊരു കുറ്റപത്രം കൊടുത്ത് അതിൽ ഇന്ന പരാമർശമുണ്ട്, അതിലൊരു സെലക്റ്റീവ് ലീക്കേജ് കൊടുത്ത് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ വൈകുന്നേരം അവർക്കൊരു കോപ്പി കിട്ടുകയാണ്. കോടതിയിൽ കുറ്റപത്രം കിട്ടുന്നതിന് മുമ്പ് സീക്രട്ട് എന്ന് എഴുതിയ സമ്മറി ഓഫ് ചാർജ് എന്ന് പറയുന്ന ഒരു പേപ്പർ പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് കിട്ടുന്നു. അവർ ചർച്ച ആരംഭിക്കുന്നു, ഡിസ്കഷൻ ആരംഭിക്കുന്നു. അപ്പോൾ കൃത്യമായി ഈ സെലക്ടീവ് പ്രോസിക്യൂഷനും സെലക്ടീവ് ലീക്കേജും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രതിപക്ഷത്തെ അപമാനിക്കാൻ, പ്രത്യേകിച്ച് BJP ഇതര ഗവൺമെന്റുകളെ അസ്ഥിരപ്പെടുത്താൻ, CPM-ന്റെ നേതാക്കന്മാരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നിരന്തര ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവയെല്ലാം അവസാനിച്ചു പോകുന്ന, അല്ലെങ്കിൽ അതിനെല്ലാം ഒരു അന്തിമ സാഹചര്യം വരുന്ന ഒരു വിധിയാണെന്ന് വന്നിരിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ അടുത്ത കാലത്ത് ഉയർന്നു വന്ന എല്ലാ നുണപ്രചരണങ്ങളും അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം വലതുപക്ഷത്തിനും മാധ്യമങ്ങൾക്കും വന്നിരിക്കുകയാണ്.
അതെ, കമ്പനികാര്യ മന്ത്രാലയത്തിനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനും ഒക്കെ അതീതമായിട്ടുള്ള സംഗതികൾ എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ആ വിധത്തിലുള്ള ചർച്ചകൾ കൊഴുക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി, ഏതാണ്ട് ഒരു വർഷത്തിന് മേലെയായിട്ടുണ്ട് എന്നതുകൂടിയാണ്. പക്ഷേ കോടതി പരിഗണിക്കുന്നത് ഈ ആരോപണങ്ങളല്ല, മെറിറ്റാണ്, തെളിവുകളാണ് എന്നുകൂടി വ്യക്തമാകുന്നുണ്ട്. തീർച്ചയായും കാരണം ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം. ആ ആരോപണങ്ങളുടെ പിന്നിൽ വസ്തുത വേണമെന്നും തെളിവിന്റെ ഒരു കണികയെങ്കിലും വേണം. ഒരു പ്രൈമാ ഫേസി കേസ് ഉണ്ടെങ്കിൽ അന്വേഷണം ആരംഭിക്കാം. ഇതിൽ പ്രൈമാ ഫേസി കേസ് പോലുമില്ല. ഒരു അന്വേഷണം നടത്താൻ, ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാൻ പോലുമുള്ള പ്രൈമാ ഫേസി വസ്തുതകളില്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. ആ ഒരു സാഹചര്യത്തിലാണ് ഡൽഹിയിൽ പോയി ഇത്തരത്തിൽ ഉള്ള ഒരു CMRL തന്നെ ഇതിന്റെ ഒരു നിയമവിരുദ്ധത കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ കോടതി അത് അഡ്മിറ്റ് ചെയ്ത് വിധി പറയാൻ മാറ്റുമ്പോഴേക്കും ഇവിടെ ധൃതി പിടിച്ച് കുറ്റപത്രം കൊടുക്കുന്നു. അതെല്ലാം വളരെ സ്പീഡിൽ നമ്മൾ കാണുകയാണ്. അതേ പിറ്റേ ദിവസം തന്നെ സമൻസ്, അതെല്ലാം വാർത്താ മാധ്യമങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ ഇതെല്ലാം ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും അതുപോലെ തന്നെ പാർലമെന്റ് പാസാക്കിയ മറ്റു നിയമങ്ങൾക്കും വിധേയമായിട്ട് മാത്രമേ ഏത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കും പ്രവർത്തിക്കാൻ കഴിയൂ. ഏകപക്ഷീയമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ, രാഷ്ട്രീയ ഇംഗിതത്തോടെ പ്രവർത്തിക്കാൻ കഴിയില്ല. ഒന്നോ രണ്ടോ പ്രവൃത്തി അങ്ങനെ നടത്തിയാൽ അതിനെ കൃത്യമായി ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമാക്കുന്ന നിയമ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം ആ കടമയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏതായാലും ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ വിധി, ആ വിധിയുടെ ഭാഗമായി എല്ലാ തുടർ നടപടികളും നിർത്തിവെച്ച് അവിടെ വിധി വരുന്നത് വരെ, ഡൽഹി ഹൈക്കോടതിയുടെ മുന്നിൽ CMRL ചലഞ്ച് ചെയ്തിരിക്കുന്ന കേസിന്റെ വിധി വരുന്നത് വരെ എല്ലാ നടപടികളും സ്റ്റോപ്പ് ചെയ്യേണ്ട സാഹചര്യമാണ്. അത് SFIOയ്ക്കും EDക്കും അടക്കം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കും അത് പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കും വലതുപക്ഷത്തിനും കനത്ത തിരിച്ചടി കൂടിയാണ്. വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് അരുൺ കുമാർ വാർത്തയിൽ പ്രതികരിച്ചതിന്.